ഹലോ ഗായ്സ്, ഭ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗായ്സ് ഒരു ഇൻസൈഡ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഞ്ജു സാംസനെ 2020 എടുക്കാനായിട്ട് ഗംഭീറിൻ്റെ ഒരു രാജതന്ത്രമായിരുന്നു എന്നാണ് ഇപ്പം ഒരു ഇൻസൈഡ് റിപ്പോർട്ട്സ് പറയുന്നത്. കാര്യം എല്ലാ പ്ലാനിങ്ങും ഗംഭീറിൻ്റെ കയ്യിലായിരുന്നു. ഗംഭീറാണ് മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. സഞ്ജുന എന്തായാലും 2027 നടക്കുന്ന വേൾഡ് കപ്പിൽ ഓപ്പൺ ചെയ്യിപ്പിക്കുമെന്ന് ഗംഭീർ മുൻകൂട്ടി സഞ്ജു സാംസണോട് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ ഇൻസൈഡ് കിട്ടുന്ന റിപ്പോർട്ട്സ്. കാരണം സഞ്ജുവിനെ ഇഷ്ടമില്ലാത്തത് അജിത് അഗാർക്കർക്ക് മാത്രമാണ്. ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ മാത്രമാണ് സഞ്ജുവിനെ ഇഷ്ടമില്ലാത്തത്. കാര്യം എന്ന് പറഞ്ഞാൽ ചീഫ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഇപ്പം രണ്ടുപേരും കൂടി ജോയിൻ ചെയ്തല്ലോ. ഒന്ന് പ്രഗ്യാൻ ഓജയും പിന്നെ RP സിംഗും, നമ്മളെ പഴയ ഫാസ്റ്റ് ബോളർ RP സിംഗും പിന്നെ സ്പിൻ ബോളർ പ്രഗ്യാൻ ഓജയും. അപ്പോൾ രണ്ടുപേരും കൂടി ജോയിൻ ചെയ്തപ്പോഴാണ് പുതിയ ടീമിനെ പ്രഖ്യാപിച്ചത്. അപ്പോൾ അവരും കൂടി ആയിട്ട് നിന്നാണ് ടീമിനെ പ്രഖ്യാപിച്ചത്. ഔട്ട് ഓഫ് ഫോമിലായ ഗില്ലിന് സ്പോട്ടിൽ തുടർച്ചയായിട്ട് 4 2020 ഇടം കൊടുത്തിട്ട് സഞ്ജുവിനെ 5ാമത്തെ 2020 ഇറക്കാനാണ് ഗംഭീറിൻ്റെ പ്ലാനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് ഫോമിലായ ഗില്ലാകുമ്പോൾ എന്താ തുടരെ വൺ സ്കോറൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. കൂടിപ്പോയി 20 റണ്ണ് 10 റണ്ണ് ചിലപ്പോൾ ടക്കൊക്കെ ആവും എന്നും പറഞ്ഞുകൊണ്ടാണ് ഗംഭീർ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ഇത് കറക്റ്റാണ്, ഗംഭീറിൻ്റെ പ്ലാനാണ് നടന്നതെന്നാണ് തോന്നുന്നത്. കറക്റ്റ്. കാരണം ആദ്യത്തെ 2 കളി ഡക്കായി, പിന്നെ 3ാമത്തെ കളി എന്തോന്ന് കുറച്ച് റണ്ണ് എടുത്തത്. അതുകൊണ്ട് അപ്പോഴും ഗംഭീറിൻ്റെ പ്ലാനാണ് വർക്കൗട്ട് ആയത്. ഗംഭീർ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് സഞ്ജുവിന് 5ാമത്തെ 2020 ഇറക്കിയിട്ട് സഞ്ജു അതിൽ ഒറ്റ കളിയിൽ ഫോം ആകുമ്പോൾ അതിൽ ആ ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ സഞ്ജുവിനെ വേൾഡ് കപ്പിലോട്ട് എടുക്കുക എന്നുള്ള ഒരൊറ്റ ഐഡിയയിലായിരുന്നു ഗംഭീർ ഇരുന്നത്. സത്യത്തിൽ ഗംഭീറിൻ്റെ പ്ലാനിങ് കൊള്ളാം, പക്കാ പ്ലാനിങ് ആയിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഗംഭീർ സഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ 2 ചീഫ് സെലക്ടേഴ്സും കൂടി ആയപ്പോഴത്തേക്ക് സെലക്ഷൻ കമ്മിറ്റി പറഞ്ഞു സഞ്ജുവിനെ എടുത്തേ മതിയാവൂ ഓപ്പണിങ്ങിൽ. അപ്പോൾ ഇതിന് പുറത്ത് പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീറാണ് ഇതിന് മൊത്തം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന 5 2020 പരമ്പരയിൽ മനഃപൂർവ്വം സഞ്ജുവിനെ ഇറക്കാത്തതാണെന്നും സഞ്ജുവിനെ ഇറക്കിക്കഴിഞ്ഞാൽ തുടരെ ചിലപ്പോൾ 2 കളിയിൽ വല്ലം ഡക്കോ കുറഞ്ഞ സ്കോറിലോ ഔട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ സഞ്ജുവിനെ അടുത്ത വേൾഡ് കപ്പ് ടീമിൽ പരിഗണിക്കാതെ ആവും. അതിനാലാണ് സഞ്ജുവിനെ ഗംഭീർ ബെഞ്ചിലിരുത്തിയതെന്നും അവസാനത്തെ ഇത് 2020 മാത്രം കളിപ്പിച്ച് അതിൽ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് 2020 വേൾഡ് കപ്പിൽ എടുക്കുമെന്നാണ് ഗംഭീർ പറഞ്ഞെന്നാണ് ഇൻസൈഡ് റിപ്പോർട്ട് അറിയുന്നത്. പക്ഷേ ഇതിൽ എത്ര സത്യമുണ്ട്, എന്താണ് വാസ്തവം എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്താണെന്ന് നമുക്കിനി കണ്ടറിയാം. 2020 വേൾഡ് കപ്പിൽ കണ്ടറിയാം. അതിനു മുമ്പായിട്ട് നമുക്ക് അടുത്ത സീരീസ് ഉണ്ട്, ന്യൂസിലാൻഡിൻ്റെ കൂടെ നടക്കുന്ന സീരീസ്. അപ്പോൾ അതിൽ നമുക്ക് കണ്ടറിയാം എന്താണ് തീരുമാനങ്ങൾ എന്നൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ഗംഭീറിനെ ചീത്ത വിളിച്ചതെന്ന് തോന്നുന്നു സഞ്ജുവിനെ ഇറക്കാതെ. ഇപ്പം ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു സത്യമാണെങ്കിൽ അത് വെറുതെ ഞാൻ കിടന്ന് ചീത്ത വിളിച്ച് ഗംഭീറിനെ. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഗംഭീറിൻ്റെ പഴയ ഒരു ഇൻ്റർവ്യൂ എടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അറിയാം സഞ്ജു 10 തവണ ഡക്കായിരുന്നാൽ പോലും 11ാമത് സഞ്ജുവിനെ ഇറക്കുമെന്നാണ് ഒരു ഇൻ്റർവ്യൂവിൽ ഗംഭീർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഗംഭീറിൻ്റെ ഒരു കുതന്ത്രം ആണെങ്കിൽ ചിലപ്പം കയ്യടി അർഹിക്കുന്നു ഗംഭീറിന്. സത്യം പറഞ്ഞാൽ ഗംഭീറിൻ്റെ കുതന്ത്രമാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് സഞ്ജുവിനെ 2020 വേൾഡ് കപ്പിൽ എടുക്കാനായിട്ടൊക്കെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഗംഭീർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാറ്റ്സ് ഓഫ് ഗംഭീർ, ഹാറ്റ്സ് ഓഫ്. അങ്ങനെ ചെയ്തെങ്കിൽ നല്ലതാണ്. പക്ഷെ ഒരു പക്ഷേ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ശരി തന്നെ ആയിരിക്കും. ഗംഭീറിന് സഞ്ജുവായിട്ടൊരു പ്രശ്നങ്ങളും ഇല്ല. ഗംഭീറിന് ആകപ്പാടെ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ അഗാർക്കറിനാണ് സഞ്ജുവിനെ കണ്ടുകൂടാത്തത്. കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ആരെയും ഇഷ്ടമില്ല അഗാർക്കറിന്. എന്നാൽ ഈ പൊട്ട അഗാർക്കർ വലിയ പ്ലെയറൊന്നും അല്ല, ആകപ്പാടെ ഒരു സെഞ്ചുറി എന്തിനാണ് അടിച്ചത് കിഴങ്ങായി. നോക്കാം ഗൈസ് എന്താണ് സംഭവമാണെന്ന് അടുത്ത ന്യൂസിലാൻഡ് സീരീസിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ്. അതുപോലെ 5ാമത്തെ 2020 അവസാനം കളി കഴിഞ്ഞ് ഗംഭീറും സഞ്ജു സാംസണായിട്ട് കുറേ നേരം സംസാരിച്ച് അങ്ങനെ കാര്യങ്ങൾ. അപ്പോഴെനിക്ക് തോന്നുന്നു ഗംഭീറിൻ്റെ പ്ലാനിങ് ആയിരിക്കും ഇത് മൊത്തത്തിൽ. ഗംഭീർ മുൻകൂട്ടി ഇതെല്ലാം കണ്ടുകൊണ്ട് സഞ്ജുവിനെ ഇറക്കാതിരുന്നതാണ്, ബെഞ്ചിലിരുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം ഗൈസ് എന്താണ് നടക്കണമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഗൈസ് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.